വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജീജ ജഗൻ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്നാണല്ലോ. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ആഹാരം തന്നെ. നമ്മുടെ ജീവചൈതന്യത്തെ നിലനിർത്തുന്ന അന്നത്തെ ഔഷധമായും ബ്രഹ്മമായും ആദരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്ന പല ആഘോഷവേളകളിലും ഭക്ഷണം പാഴാക്കി കളയുന്ന വിഷമമുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാറുള്ളത്. കഴിച്ചു തീർക്കാൻ കഴിയുന്നതിലും എത്രയോ അധികം വിഭവങ്ങൾ ഒരുക്കുന്നതും ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാനെടുത്ത് കളയുന്നതും നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായി മാറുന്നു. ജീവിക്കാനാണ് ഭക്ഷണം, അല്ലാതെ ഭക്ഷണത്തിനായി ജീവിക്കരുത് എന്ന് പറയുന്നത് എത്രയോ അർത്ഥവത്താണ്. ലോകത്ത് ധാരാളം ആളുകൾ പട്ടിണിയിലാണെന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ ആഹാരം പാഴാക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. ഭക്ഷണത്തിലല്ല നമ്മുടെ ധൂർത്ത് കാണിക്കേണ്ടത്. അല്ലെങ്കിലും പട്ടിണിയേക്കാൾ അമിത ആഹാരമാണ് മനുഷ്യനെ രോഗത്തിലേക്ക് നയിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ തമിഴ് കവി തിരുവള്ളുവരെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. എന്നും ഭക്ഷണം വിളമ്പി വെക്കുന്നതോടൊപ്പം അതിനരികിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കിണ്ടിയിൽ കുറച്ചു വെള്ളവും ഒരു സൂചിയും കൊണ്ടുവെക്കുമായിരുന്നത്രേ. ഏറെ കാലത്തിനു ശേഷമാണ് അവർ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത്. തിരുവള്ളുവർ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: അന്നം വിളമ്പുമ്പോൾ ഒരു തരിയും പുറമേ പോകാതെ വളരെ ശ്രദ്ധയോടെയാണ് നീ വിളമ്പാറുള്ളതെങ്കിലും അബദ്ധവശാൽ എന്നെങ്കിലും ഒരു വറ്റ് പുറത്തുപോയാൽ അതെടുത്ത് കഴുകി ശുദ്ധമാക്കി ഉപയോഗിക്കാനാണ് വെള്ളവും സൂചിയും ആഹാരത്തിനടുത്ത് കൊണ്ടുവെക്കുന്നത് എന്നാണ്. അന്നം വിളമ്പുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും ജാഗ്രത ഇതിൽ നിന്നും വ്യക്തമാണ്. വിശപ്പറിഞ്ഞവനെ വിശക്കുന്നവൻ്റെ വേദനയറിയൂ എന്നാണ് പറയാറുള്ളത്. വിശന്നു വലയുമ്പോൾ ഭക്ഷണം ലഭിക്കാനില്ലെന്ന യാഥാർത്ഥ്യത്തിൽ നിൽക്കുമ്പോഴേ പട്ടിണിയുടെ തീവ്രത അറിയാൻ സാധിക്കുകയുള്ളൂ. ആഹാരം അല്പം വൈകിയാൽ പോലും അസ്വസ്ഥരാകുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഒരിക്കൽ ഒരു പട്ടിണിപ്പാവം കൊട്ടാരത്തിനരികിലൂടെ പോകുമ്പോൾ രാജാവിൻ്റെ അമൃതത്തിൻ്റെ സുഗന്ധത്തിൽ ആകൃഷ്ടനായി. ശിക്ഷയെ ഭയന്നാണെങ്കിലും തൻ്റെ ആഗ്രഹം രാജാവിനോട് ഉണർത്തിക്കുന്നു. രാജാവിൻ്റെ മറുപടി വിചിത്രമായിരുന്നു. പ്രതിഫലേച്ഛ കൂടാതെ ഒരാണ്ട് അധ്വാനിച്ചാൽ ഒരു നേരത്തെ രാജകീയ ഭക്ഷണം നൽകാം എന്നായിരുന്നു വ്യവസ്ഥ. അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സുദിനം വന്നെത്തി. കൊതിയൂറുന്ന ഭക്ഷണ വിഭവങ്ങളൊരുക്കിയ തീന്മേശയ്ക്കരികിലേക്ക് അയാൾ ആനയിക്കപ്പെട്ടു. എന്നാൽ കഴിച്ചു തുടങ്ങുന്നതിനു മുമ്പ് ദൂരെ നിന്നും ഒരു യാചകന്റെ ഭക്ഷണമർത്തിച്ചുള്ള സ്വരം അയാൾക്കരികിലെത്തി. തനിക്ക് ലഭിച്ച മഹാസൗഭാഗ്യം അപരനു നൽകാൻ അയാൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം പട്ടിണിയറിഞ്ഞ ആ മനുഷ്യന് മറ്റൊരാളുടെ വയറു നിറയുമ്പോൾ സ്വന്തം വിശപ്പ് മറന്നും മനസ്സ് നിറയുന്നുണ്ടാവാം. ആഹാരം കഴിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മനസ്സ് പ്രാർത്ഥനാനിരതമാവുന്നത് പണ്ടുതൊട്ടേ നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നും അത് പാലിക്കപ്പെടേണ്ടതു തന്നെ. കാരണം എത്രയോ ആളുകളുടെ അധ്വാന ഫലമാണ് നമ്മുടെ തീന്മേശയ്ക്ക് മുകളിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ. ഉർവരമായ മണ്ണിൽ വിത്ത് മുളപൊട്ടുന്നതു മുതൽ വിളവെടുക്കുന്നതുവരെ ഒരു കർഷകന്റെ മനസ്സിൽ ആദിയാണ്. കാലാവസ്ഥ പ്രതികൂലമാകുന്നതുൾപ്പെടെ എന്തെല്ലാം തടസ്സങ്ങൾ. കാത്തിരിപ്പിനൊടുവിൽ അധ്വാനത്തിന് ആനുപാതികമല്ലാത്ത തുച്ഛമായ പ്രതിഫലത്തിന് വിപണിയിലെത്തുന്ന ധാന്യങ്ങളും പച്ചക്കറികളും മറ്റും ആഹാരമാകുന്നതിനു പിന്നിൽ പാചകം ചെയ്യുന്നതിൻ്റെ പ്രയത്നം വേറെയും. ഇങ്ങനെ നമ്മുടെ മുന്നിലെത്തുന്നതാണ് ആഹാരവസ്തുക്കൾ എന്നൊരു നിമിഷം ചിന്തിച്ചാൽ പാഴാക്കി കളയാൻ ഒരിക്കലും തോന്നില്ലല്ലോ. ഭക്ഷണത്തിന് പകരം വയ്ക്കാൻ സമ്പത്തിനാവില്ലെന്ന തിരിച്ചറിവിൽ കർഷകരുടെ പ്രയത്നത്തെ മനസ്സുകൊണ്ട് ആദരിച്ച് ആഹാരം കഴിക്കുന്നതിൽ നന്മ മാത്രമേ വരാനുള്ളൂ. ഒരു വശത്ത് ഭക്ഷണം പാഴാക്കുമ്പോൾ മറുവശത്ത് വിശന്നു പൊരിയുന്നവർ ഏറെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആഹാരം വലിച്ചെറിയില്ലെന്ന് ഓരോ വ്യക്തിയും ഉറച്ച തീരുമാനമെടുത്താൽ പതുക്കെ ഈ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും. ഓരോ തരി അന്നത്തിലും അധ്വാനത്തിൻ്റെയും കണ്ണീരിൻ്റെയും നനവുണ്ടെന്ന് ചിന്തിച്ച് അന്നത്തേക്കാൾ വലിയ ദൈവമില്ലെന്നുറപ്പിച്ച് ഭക്ഷണം പാഴാക്കാതിരിക്കാൻ ഈ പുലരിയിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാം. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജീജ ജഗൻ.